ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ലേവ്യ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ലേവ്യ പുസ്തകത്തിലെ 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് നമുക്ക് നൽകുന്നത്. ഈ അധ്യായങ്ങളിൽ ആചാരപരമായ ആരാധനയിൽ നിന്ന് പ്രായോഗികമായ വിശുദ്ധ ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവം ആചാരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനല്ല, തൻ്റെ ജനങ്ങളുടെ ധാർമ്മിക വിശുദ്ധി, ആത്മീയ സമർപ്പണം, ദൈനംദിന ജീവിതശൈലി എന്നിവയെയും കുറിച്ച് ശ്രദ്ധിക്കുന്നവനാണെന്ന് ഇവ വെളിപ്പെടുത്തുന്നു. ക്ഷമ, വിശുദ്ധി, അനുസരണം എന്നിവ വിശുദ്ധനായ ദൈവത്തോടുള്ള കൂട്ടായ്മ നിലനിർത്തുന്നതിനാവശ്യമാണ് എന്ന് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 16-ാം അധ്യായം പ്രായശ്ചിത്ത ദിനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ ആരാധനാ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളിലൊന്നായിരുന്നു. നാദാബും അബീഹൂബും അനധികൃതമായ ആരാധന കാരണം മരിച്ചതിന് ശേഷം മഹാപുരോഹിതൻ എങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ പ്രവേശിക്കണം എന്നതിനെക്കുറിച്ച് ദൈവം കർശന നിർദ്ദേശങ്ങൾ നൽകി. അഹ്റോന് തൻ്റെ ഇഷ്ടപ്രകാരം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമേ, അതും യാഗരക്തത്തോടും ശ്രദ്ധാപൂർവമായ ഒരുക്കങ്ങളോടും കൂടെ മാത്രമേ പ്രവേശിക്കുവാനായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധി സമ്പൂർണ്ണമാണെന്നും അതിനെ ലഘുവായി സമീപിക്കരുതെന്നും ഇത് പഠിപ്പിക്കുന്നു. മഹാപുരോഹിതൻ ആദ്യം തൻ്റെ പാപങ്ങൾക്കും കുടുംബത്തിൻ്റെ പാപങ്ങൾക്കും വേണ്ടി യാഗം അർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. തുടർന്ന് ജനങ്ങളുടെ പാപങ്ങൾക്കായി യാഗം അർപ്പിക്കണം. 2 ആടുകളെ തിരഞ്ഞെടുത്ത് ഒരാടിനെ പാപയാഗമായി അർപ്പിച്ചു. മറ്റേത് പാപഭാരവാഹി ആടായി മാറി. അഹ്റോൻ തൻ്റെ കൈകൾ ആ ആട്ടിന്മേൽ വെച്ച് ജനങ്ങളുടെ പാപങ്ങൾ സമ്മതിച്ചു. തുടർന്ന് ആടിനെ മരുഭൂമിയിലേക്ക് അയച്ചു. അത് ജനങ്ങളുടെ പാപങ്ങളെ അകറ്റിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രതീകമായിരുന്നു. ഈ മുഴുവൻ ചടങ്ങും പ്രവാചകപരമായി യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശു യാഗമായും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടുപോയവനായും മാറി. ക്രൂശിലെ അവൻ്റെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ താൽക്കാലികമായി മൂടപ്പെടുന്നു എന്നല്ല, പൂർണ്ണമായി ക്ഷമിക്കപ്പെടുകയും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പ്രായശ്ചിത്ത ദിനം ദൈവത്തിൻ്റെ ഗൗരവവും ദൈവത്തിൻ്റെ കരുണയുടെ മഹത്വവും വെളിപ്പെടുത്തുന്നു. ആത്മീയമായി ലേവ്യ പുസ്തകം 16 വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ക്ഷമ പ്രായശ്ചിത്തത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്നതാണ്. മനുഷ്യശ്രമം, മതാചാരങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ എന്നിവയ്ക്ക് പാപം നീക്കാൻ കഴിയില്ല. ദൈവം അംഗീകരിക്കുന്ന യാഗരക്തത്തിലൂടെയാണ് ദൈവത്തോടുള്ള ഐക്യം സാധ്യമാകുന്നത്. പുതിയ നിയമത്തിൽ യേശു തൻ്റെ ഒരിക്കലുള്ള യാഗത്തിലൂടെ ഇതിനെ പൂർണ്ണമായി നിറവേറ്റി. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ സമീപിക്കുന്നത് ഒരിക്കലും ലഘുവായോ അശ്രദ്ധമായോ ആകരുതെന്ന് പഠിക്കാം. ആരാധന വിനോദമല്ല, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കലാണ്. ക്രിസ്തുവിൻ്റെ യാഗത്തിനായി നന്ദിയോടും മാനസാന്തരത്തോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ വരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അധ്യായം 17 രക്തത്തിൻ്റെ വിശുദ്ധിയെയും ശരിയായ ആരാധനയെയും പ്രാധാന്യപ്പെടുത്തുന്നു. എല്ലാ യാഗങ്ങളും സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം കൽപ്പിച്ചു. അന്യജാതിക്കാരുടെ ആചാരങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഏത് സ്ഥലത്തും യാഗങ്ങൾ അർപ്പിക്കുന്നത് ഇസ്രായേലിയർക്ക് നിരോധിക്കപ്പെട്ടു. ഇത് ആരാധനയുടെ വിശുദ്ധി സംരക്ഷിക്കുകയും വിഗ്രഹാരാധന തടയുകയും ചെയ്തു. ജഡത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് എന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാന ഉപദേശം. പ്രായശ്ചിത്തത്തിനായി രക്തം നൽകിയതിനാൽ ദൈവം അതിനെ വിശുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർക്ക് രക്തം ഭക്ഷിക്കുന്നത് നിരോധിക്കപ്പെട്ടു. ദൈവശാസ്ത്രപരമായി ഇത് മനുഷ്യരക്ഷയ്ക്കായി ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വിശ്വാസികൾക്ക് ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ആരാധന മനുഷ്യരുടെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ്. ആധുനിക സംസ്കാരം ആരാധനയെ വികാരങ്ങൾക്കും പ്രവണതകൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ ബൈബിൾ അടിസ്ഥാനമായ ആരാധന ദൈവകേന്ദ്രീകൃതവും ക്രിസ്തു കേന്ദ്രീകൃതവും ആത്മാർത്ഥവും ആയിരിക്കണം. ആത്മീയമായി രക്തത്തിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ വില വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. രക്ഷ വില കുറഞ്ഞതല്ല. മനുഷ്യരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കൃപയെ ലഘുവായി കാണുകയോ പാപത്തിൽ അശ്രദ്ധമായി ജീവിക്കുകയോ ചെയ്യരുത്. അധ്യായം 18 ധാർമ്മിക വിശുദ്ധിയിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ചും ലൈംഗിക വിശുദ്ധിയെയും കുടുംബ ബന്ധങ്ങളെയും കുറിച്ച്. തങ്ങൾ പാർത്തിരുന്ന മിസ്രയീമിൻ്റെയും പോകാനിരുന്ന കനാൻ്റെയും അഴുക്കായ ആചാരങ്ങളെ പിന്തുടരരുതെന്ന് ദൈവം ഇസ്രായേലിയരോട് കൽപ്പിച്ചു. ദൈവജനങ്ങൾ ചുറ്റുപാടുകളിലുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കേണ്ടവരായിരുന്നു. ഈ അധ്യായത്തിൽ
ബന്ധോനിഷിദ്ധ ലൈംഗിക ബന്ധങ്ങൾ, വ്യഭിചാരം, ശിശുബലി, സ്വവർഗ ലൈംഗിക പ്രവർത്തനങ്ങൾ, മറ്റ് ലൈംഗിക അശുദ്ധികൾ എന്നിവയ്ക്കെതിരെ നിയമങ്ങൾ നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പാപങ്ങൾ കാരണം മുൻപുണ്ടായിരുന്ന ജാതികൾ ന്യായവിധി അനുഭവിച്ചതായി ദൈവം മുന്നറിയിപ്പ് നൽകി. വിശുദ്ധി ദൈവാലയ ആചാരങ്ങളെ മാത്രം സംബന്ധിച്ചതല്ല, വ്യക്തിപരമായ ധാർമ്മികതയും ബന്ധങ്ങളിലെ വിശുദ്ധിയും അതിലുൾപ്പെടുന്നു. ദൈവശാസ്ത്രപരമായി മനുഷ്യർ അവരുടെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും ബന്ധങ്ങൾ എങ്ങനെ നയിക്കുന്നുവെന്നും ദൈവം ആഴത്തിൽ ശ്രദ്ധിക്കുന്നുവെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. മനുഷ്യ ലൈംഗികത ദൈവം സൃഷ്ടിച്ചതാണ്. അതിനാൽ അത് ദൈവത്തിൻ്റെ ക്രമത്തിൽ മാത്രമേ പ്രകടിപ്പിക്കാവൂ. പാപം ദൈവത്തിൻ്റെ രൂപകൽപ്പനയെ തകർക്കുന്നു. അനുസരണം വിശുദ്ധിയും അനുഗ്രഹവും സംരക്ഷിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ ധാർമ്മിക മാനദണ്ഡങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിരോധിക്കുന്ന കാര്യങ്ങളെ സമൂഹം പലപ്പോഴും ആഘോഷിക്കുകയും ബൈബിൾ സത്യങ്ങളെ പഴഞ്ചനായി തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ ലേവ്യ പുസ്തകം 18 ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ സംസ്കാരത്തിനനുസരിച്ച് മാറുന്നില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹം എതിർദിശയിൽ നീങ്ങിയാലും വിശുദ്ധ ജീവിതം നയിക്കാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയമായി വിശുദ്ധി സഭയിൽ പോകുകയോ മതാചാരങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ വിശുദ്ധി സ്വകാര്യ ജീവിതത്തെയും ചിന്തകളെയും ബന്ധങ്ങളെയും വിനോദ തിരഞ്ഞെടുപ്പുകളെയും ധാർമ്മിക തീരുമാനങ്ങളെയും സ്വാധീനിക്കണം. നാം പൊതുവായും സ്വകാര്യമായും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ചേർന്ന് വിശുദ്ധിയുടെ പൂർണ്ണ രൂപം വെളിപ്പെടുത്തുന്നു. അധ്യായം 16 പ്രായശ്ചിത്തത്തിലൂടെ പാപശുദ്ധിയെ പഠിപ്പിക്കുന്നു. അധ്യായം 17 ശരിയായ ആരാധനയെയും വിശുദ്ധ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെയും പഠിപ്പിക്കുന്നു. അധ്യായം 18 ദൈനംദിന ജീവിതത്തിലെ ധാർമ്മിക വിശുദ്ധിയെ പഠിപ്പിക്കുന്നു. ദൈവം ക്ഷമിക്കപ്പെട്ടതും സമർപ്പിതമായതും ധാർമ്മികമായി വ്യത്യസ്തവുമായ ഒരു ജനത്തെ ആഗ്രഹിക്കുന്നുവെന്ന് ഈ അധ്യായങ്ങൾ കാണിക്കുന്നു. ഈ അധ്യായങ്ങളുടെ പൂർണ്ണത യേശുക്രിസ്തുവിൽ കാണപ്പെടുന്നു. അവനിലൂടെ വിശ്വാസികൾക്ക് ക്ഷമയും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനവും വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തിയും ലഭിക്കുന്നു. വിശുദ്ധി വെറും പുറമേയുള്ള നിയമപാലനം മാത്രമല്ല, ദൈവകൃപയാൽ രൂപാന്തരപ്പെട്ട ഒരു ജീവിതമാണ്. ഇന്നത്തെ വിശ്വാസികളായ നാം രക്ഷ വിലയേറിയതാണെന്നും ആരാധന വിശുദ്ധമാണെന്നും വിശുദ്ധ ജീവിതം ഇപ്പോഴും ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണെന്നും ഓർക്കണം. ഇസ്രായേലിനെ വിശുദ്ധിയിലേക്ക് വിളിച്ച അതേ ദൈവം തന്നെ ഇന്നും തൻ്റെ സഭയെയും വിശുദ്ധിയിലേക്കും അനുസരണത്തിലേക്കും വിശ്വസ്ത സമർപ്പണത്തിലേക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ക്രിസ്തുവിൻ്റെ യാഗത്തെയും യഥാർത്ഥ ബഹുമാനത്തോടെ കാണുന്നുണ്ടോ? എൻ്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളും ധാർമ്മിക മാനദണ്ഡങ്ങളും ദൈവവചനത്താലാണോ രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ആധുനിക സംസ്കാരത്താലോ? ചിന്തിച്ചാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.